പാർട്ടി കുടയും പിടിച്ചു കൂടെയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെയിൽ പോലും കൊള്ളരുത് മുകേഷ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. കാരണം ഇപ്പോൾ 67 വയസ്സുള്ള മുകേഷ് 52ാമത്തെ വയസ്സിലെ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പഴിയെല്ലാം കേൾക്കുന്നത്. വയസ്സായിരിക്കണമല്ലോ, 15 വർഷം മുൻപ് 2009 സംഭവം നടന്നതെന്ന് പരാതിക്കാരിയും മുകേഷും സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യമായി അവർ കണ്ടത് അന്നാണ്, 2009 കലണ്ടർ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് എന്ന് പരാതിക്കാരി പറയുന്നു. മുകേഷ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫോട്ടോ ആൽബവുമായി വന്നപ്പോഴാണ്. അപ്പോൾ അന്ന് ഫോട്ടോ ആൽബം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പരാതിക്കാരി പറയുന്നു. അതൊക്കെ അന്വേഷണ സംഘം തെളിയിക്കട്ടെ. ആ കാര്യങ്ങളിലൊക്കെ പൊരുത്തക്കേടുണ്ടെങ്കിലും 2009 എന്ന് പറയുന്ന വർഷം മാച്ച് ചെയ്യുന്നുണ്ട്. 2009 പരിചയപ്പെട്ടതെന്ന് ഇരുവരും പറയുന്നുണ്ട്. ഇനി നീ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ബാംഗ്ലൂരോ മൈസൂരോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഇനി ഇവിടെ ചിലതൊക്കെ നടക്കും, അതൊന്നും നീ കാണുകയും കേൾക്കുകയും വേണ്ട. അന്ന് മുകേഷ് അന്ന് 52 വയസ്സാണ് പ്രായം, ഇപ്പോൾ 67 വയസ്സായി. 4 പതിറ്റാണ്ട് നീളുന്ന ഒരു സിനിമാ ജീവിതത്തിനിടയിൽ മുകേഷിന്റെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും, അദ്ദേഹത്തിലെ കലാകാരനെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാകും. ഈ മാനന്തവാടിയിലെ ഇരുട്ടിയിലും ഒക്കെ കറണ്ട് ആഫീസ് ഉണ്ട്, ഓർമ്മ വേണം. അങ്ങോട്ട് പോകണമെന്നുണ്ടോ? വേണ്ട സർ. ഉണ്ടോ? അദ്ദേഹം തന്നെ വിശദീകരണത്തിൽ പറയുന്നത് ഞാനൊരു കലാകാരനാണ്, എൻ്റെ കുടുംബത്തിൽ കലയെ സ്നേഹിക്കുന്ന ആളുകളാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞുള്ള വിശദീകരണമാണ്. പക്ഷേ കലയും ഈ കലാപവും രണ്ടാണ്. അപ്പോൾ ഇവിടെ നടന്നത് ഒരു കലാപ്രവർത്തനമൊന്നുമല്ല. അപ്പോൾ കലയുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. മലം മുട്ടി നിൽക്കുന്ന ആനയാണ്, എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിരിക്കാണ്, എന്നെ തടയരുത്. ഇവിടെ ലൈംഗികാതിക്രമ ആരോപണമാണ് ഉയർന്നത്. അതിൽ കേസെടുത്ത പശ്ചാത്തലമാണ്. ആ കേസെടുത്ത പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ മുകേഷ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി നിയമപരമായുള്ള എല്ലാ വഴികളും അദ്ദേഹത്തിന് തേടാം. ആ നിരപരാധിത്വം തെളിയിക്കുന്ന ആ ഒരു ബാധ്യത പാർട്ടി ഇപ്പോൾ മുകേഷിന് തന്നെ കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ പാർട്ടിക്ക് എതിരഭിപ്രായം ഉണ്ടാകാം. മുകേഷ് ചെയ്ത അല്ലെങ്കിൽ മുകേഷ് സർക്കാരിന് വരുത്തി വെച്ചിരിക്കുന്ന, പാർട്ടിക്ക് വരുത്തി വെച്ചിരിക്കുന്ന ഈ വലിയൊരു നാണക്കേട് അത് പാർട്ടിക്കൊരു ബാധ്യതയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പരസ്യമായി തള്ളി പറയില്ല. കാരണം പരസ്യമായി തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ട വിഴുപ്പലക്കലിലേക്ക് പാർട്ടിയും കൂടി ചേരുന്നു. അതിന് പാർട്ടിയാണ് അപ്പോൾ അവിടെ കൂടുതൽ മോശമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പരമാവധി മുകേഷിനുള്ള സഹായങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2 ചേരിയായി ഇപ്പോൾ അഭിപ്രായ രൂപീകരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തെ പിന്തുണച്ച് എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ, അതായത് സൈബർ ഇടങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ പോലും മുകേഷ് ചെയ്ത ഈ കാര്യത്തെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തിൽ മുകേഷ് ഈ MLA സ്ഥാനത്ത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിലൊക്കെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു എന്ന ഒരു സ്റ്റാൻഡാണ് അങ്ങനെയുള്ള ആളുകൾ പോലും എടുക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ MLA-മാരായ വിൻസെന്റിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തുന്ന പ്രതിരോധം, ആ പ്രതിരോധത്തെക്കുറിച്ച് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതിൽ എനിക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. എപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് എന്ത് ആരോപണം ഉയർന്നാലും, സോളാർ ആയാലും ഏത് വിഷയമായാലും, മറ്റ് സോളാർ പീഡന കേസുകളൊക്കെ ഉയർന്നപ്പോഴായാലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കോൺഗ്രസിന് ഒരു ധാർമ്മികതയുമില്ല. പക്ഷേ ഇപ്പോൾ CPIM നോക്കി പഠിക്കുന്നത് ആരെയാണ്? ധാർമ്മികതയില്ല എന്നവർ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ധാർമ്മികതയാണ് ഇപ്പോൾ CPIM-ന്റെ ധാർമ്മികതയുടെ അളവുകൾ. അതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ, അത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്നില്ല. അല്ല എങ്കിൽ CPIM പറയണം കോൺഗ്രസ് ചെയ്യുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നതെന്ന്. അതിനല്ല ജനം അവരെ അധികാരത്തിലേക്ക് ഏറ്റിയത് എന്നുള്ളത് CPIM മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. ഇവിടെ ആദർശമുണ്ട്, പ്രത്യയശാസ്ത്രമുണ്ട്, ഞങ്ങൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പിൻപറ്റുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് അവരുടെ 2 MLA-മാരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പ്രൊട്ടക്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ MLA പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വള്ളിയിലാണ് ഇപ്പോൾ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. ആ വള്ളി പൊട്ടിപ്പോകും, ഉറപ്പായും പൊട്ടിപ്പോകും. കാരണം അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇത് CPIM-ന് ഒരിക്കലും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടെ നോക്കൂ, ഈ പീഡന കേസിൽ ഒളിവിൽ പോയ എൽദോസ് കുന്നപ്പള്ളി MLA അന്ന് എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ് വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞത്. അതുപോലെ തന്നെയുള്ള പ്രതികരണമല്ലേ ഇന്ന് നമ്മൾ EP ജയരാജനിൽ നിന്ന് കാണുന്നത്. മുകേഷ് എവിടെയാണെന്ന് അയാളോട് പോയി ചോദിക്കൂ, ഒളിവിലാണോ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണെന്ന് അയാളോട് പോയി ചോദിക്കൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് EP ജയരാജൻ ഇന്ന് പ്രതികരിച്ചത്. അതുപോലെ തന്നെ തന്നെയാണ് VD സതീശനും K സുധാകരനും പ്രതികരിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ അവരെന്തായാലും ഈക്വലായി. 2:1 ആണ് ഇപ്പോൾ ടാലി. ഒന്നുകൂടി വരണം, ഒരാരോപണം കൂടി വന്നാലേ ഈക്വൽ ആവുകയുള്ളൂ. 2:1 ആണ് ഇപ്പോഴത്തെ ടാലി എന്ന് പറയുന്നത്. വിൻസെന്റിന്റെ കേസിലാകട്ടെ വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തൽ പുറത്തു വന്നു, അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തുന്നു. ആദ്യം അവർ സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നത്, ഒരു പോസ്റ്റ് ഇടുന്നു, അത് കഴിഞ്ഞ് മാധ്യമങ്ങളിൽ വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു, അതിനുശേഷം ഔദ്യോഗികമായി പരാതി നൽകാൻ അവർ തയ്യാറാകുന്നു. ഇനിയിപ്പോൾ അവർ നടത്തുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് തന്നെ കണ്ടെത്തുന്നു എന്ന് വെക്കുക. പക്ഷേ അത് കണ്ടെത്തുന്നത്
വരെ അവർ ഉന്നയിച്ച ആരോപണം അതൊരു പരാതിയായി നിലനിൽക്കുകയാണ്. അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ട വസ്തുത. ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുകയും ആ പരാതിയിൽ ഈ ആരോപണ വിധേയൻ കുറ്റാരോപിതനായ എം മുകേഷ് MLA ഗിൽറ്റിയാണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യണം. ആ പ്രൂവ് ചെയ്യപ്പെടുന്നത് വരെ അയാൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട്. അത് മുകേഷ് സ്വന്തം നിലയ്ക്ക് ചെയ്യണം എന്നുള്ളതാണ് പാർട്ടി നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPIMന്റെ കൊല്ലം ജില്ലാ ഘടകവുമായി എം മുകേഷ് അത്ര നല്ല ബന്ധത്തിലൊന്നും അല്ല എന്നത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇതുവരെ കൊല്ലം ജില്ലാ ഘടകത്തിൽ നിന്ന് എം മുകേഷിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഇന്നിപ്പോൾ EP ജയരാജനൊക്കെ നടത്തിയതുപോലെ, സജി ചെറിയാൻ നേരത്തെ നടത്തിയതുപോലെ അങ്ങനെയുള്ള ഒരു പ്രതികരണവും CPIMന്റെ കൊല്ലം ജില്ലാ ഘടകത്തിൽ നമ്മൾ കാണുന്നില്ല. അത് എതിർ പ്രതികരണം വന്നിട്ടുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ CPIMന്റെ കൊല്ലം ജില്ലാ ഘടകമാണല്ലോ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതും പാർട്ടിക്ക് അദ്ദേഹം എത്രത്തോളം ആവശ്യമാണ് എന്ന് വിലയിരുത്തേണ്ടതും. അപ്പോൾ ആ ജില്ലാ ഘടകത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവനെ കണ്ടാൽ ആർക്കാണോ പ്രേമിക്കാൻ തോന്നുന്നത്? എം മുകേഷ് പാർട്ടിയുമായി സഹകരിക്കുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ ഉയരുന്നതല്ല, നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടി എന്നെ പിന്തുണച്ചില്ല ലൈംഗികാരോപണം വന്നപ്പോൾ എന്നാണ് എം മുകേഷ് കഴിഞ്ഞ ദിവസം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായി നമ്മൾ വാർത്തകളിൽ കണ്ടത്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉണ്ടായ വേളയിൽ അപ്പോഴൊക്കെ എം മുകേഷിന്റെ വിമർശനം എന്തായിരുന്നു? പലയിടങ്ങളിലും സജീവമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ ഘടകത്തെ പഴിചാരുകയായിരുന്നു. സ്വന്തം തോൽവിയായല്ല കണ്ടത്. ഞാൻ നന്നായി പെർഫോം ചെയ്യുമായിരുന്നു, ജയിപ്പിച്ചു വിട്ടാൽ. പെർഫോമൻസ് അല്ല, പൊളിറ്റിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ഈ ആരോപണങ്ങളൊക്കെ പേര് നിൽക്കുന്ന ഒരാൾക്ക് ഇനി എത്ര കാലം കഴിയും? ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതേ ആളെ തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ 2 വട്ടം MLA ആയി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആനമണ്ടത്തരമായിരിക്കും, ജയിക്കാനേ പോകുന്നില്ല. പറഞ്ഞു നേരം. പക്ഷെ ഞാൻ അതിന്റെ പേരും പറഞ്ഞ് ആരുടെയും കിണ്ണാങ്കൃതി നാട്ടുകാരെ കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടില്ല. വലിയ തോൽവിയായിരിക്കും നേരിടാൻ പോവുക. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഈ സീറ്റ് CPIMന് നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് ഇനി ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം എം മുകേഷ് അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സംരക്ഷിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് CPIMന്റെ കൊല്ലം ജില്ലാ ഘടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഘടകത്തിന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. നാളെ ഇപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിൽ ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. CPI രാജിവെക്കണം എന്നുള്ള നിലപാടാണ് ഏകദേശം ഒരു വൈകുന്നേരം 4 മണി വരെ എടുത്തത്. അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് പതിയെ ആ നിലപാട് മാറ്റം. അത് CPIMനെ പ്രതിരോധത്തിലാക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അവർക്ക് പ്രതിഷേധമില്ലാഞ്ഞിട്ടല്ല. ആനി രാജയും അതുപോലെ തന്നെ പ്രകാശ് ബാബുവും ഒക്കെ പറഞ്ഞത് തന്നെയാണ് പാർട്ടിയുടെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബിനോയ് വിശ്വം മയപ്പെടുത്തിയത് CPIMനെ ഞങ്ങൾ കൂടി പ്രതിരോധത്തിലാക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് എടുക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു ഡിഫൻസ് മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള നീക്കത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടുള്ള നീക്കത്തെക്കുറിച്ച് ഈ അഭിഭാഷകൻ ജോപോൾ, മുകേഷിൻ്റെ അഭിഭാഷകൻ ജോപോളാണ് ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ ഈ കേസിൽ അപ്പിയർ ചെയ്തത്. അപ്പോൾ 3-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. 2-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. അതിൽ അഡ്വക്കേറ്റ് ജോപോൾ പറയുന്നത് ഇലക്ട്രോണിക് തെളിവുകൾ ഞങ്ങളത് സമർപ്പിച്ചിട്ടുണ്ട്. എം മുകേഷിൻ്റെ കൈവശം കുറേ തെളിവുകളുണ്ട്. ആ തെളിവുകൾ പോയി എടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തെളിവുകളൊക്കെ അദ്ദേഹത്തിന് തപ്പിയെടുക്കണമായിരിക്കാം. എന്തായാലും ഈ പരാതിക്കാരിയെ പരിചയമുണ്ട് എന്നുള്ള വസ്തുത അറിഞ്ഞോ അറിയാതെയോ എം മുകേഷ് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് എല്ലാവരും ടൗണിൽ പോയേക്കാ. ഈ ഗ്യാപ്പിൽ നമുക്ക് കാറ്ററിംഗുകാരുടെ ടെമ്പോയിൽ കയറി മുങ്ങാം. ഇവരൊരു ബ്ലാക്ക് മെയിലിംഗുകാരിയാണ് എങ്കിൽ പോലും, അത് മുകേഷിന്റെ വാദമാണ്, ഞാനതിനെ ആവർത്തിക്കുകയല്ല. ബ്ലാക്ക് മെയിലിംഗുകാരിയാണെങ്കിൽ പോലും ഈ സ്ത്രീയുമായി നല്ല പരിചയമുണ്ട് എം മുകേഷിന് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിനി അദ്ദേഹത്തിന് മാറ്റി പറയാൻ കഴിയില്ല. നോക്കൂ, നേരത്തെ ടെസ്സിന്റെ കാര്യത്തിൽ പരാതി വന്നപ്പോൾ, ടെസ്സിന്റെ ആരോപണം വന്നപ്പോൾ എനിക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുന്ന മുകേഷ് 2009 മുതൽ ഇവരെ പരിചയമുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. 2009 പരിചയപ്പെട്ടു, 2022 നമ്മൾ ശ്രദ്ധിക്കണം, 2009 പരിചയപ്പെട്ടു, 2022 പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ്. അപ്പോൾ ഇതിനിടയിലുള്ള 13 വർഷം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എവിടെ ചെന്നാലും അവന്റെ വലിപ്പം പറച്ചിലേ ഉള്ളടേ. കേട്ട് മടുത്ത്. അങ്ങനെ ആര് വിശ്വസിക്കാനാണ്? മുകേഷ് തന്നെ അദ്ദേഹത്തിന്റെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2009 പരിചയപ്പെട്ടയാൾ 2022 പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ നടത്തുമ്പോൾ 13 വർഷം ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ വന്ന് പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ അത് ആരോടും പറയാതെ മൂടി വെച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. എം മുകേഷ് പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്.